കണ്ട നമ്മൾ നെതറിൽ പോയി കഷ്ടപ്പെട്ട് മറ്റേ സാധനം കണ്ടുപിടിച്ച് എൻ്റെ പേരുണ്ടായിരുന്നു മറ്റേ സോൾ സാൻഡിൻ്റെ ബയോം കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് ബോൺ ബ്ലോക്കിൻ്റെ ഇടയിൽ പോയി കിട്ടിയ ഹാപ്പി ഗാസ്റ്റ് ആണ് കണ്ടത്. നമ്മൾ ഈ പോർട്ടലൊക്കെ ഉണ്ടാക്കി 48 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചാണ്. അവസാനം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വീഡിയോ കാണാനില്ല. എല്ലാം ഡിലീറ്റ് ആക്കാൻ നേരത്തെ അതും കൂടെ ഡിലീറ്റ് ആയി പോയി. അത് തന്നെ കാര്യം. അപ്പോൾ നമ്മളെ വീട് ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു പോയായിരുന്നു. എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ കളിക്കാൻ വന്നായിരുന്നു. അതാണ് ഇത്രയൊക്കെ അപ്പിനേഡായിട്ട് നിൽക്കുന്നത്. അവൻ വന്നാൽ പിന്നെ പൊളിയലോടെ പൊളിയിട്ടാണ്. അവൻ ഏത് സർവറിൽ കയറിയാലും അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ക്രീപ്പറേയും കൊണ്ട് പൊട്ടിക്കും. അപ്പോൾ കണ്ട ഏകദേശം അടുത്ത് ഇപ്പോൾ 2 ഡയമണ്ട് അങ്ങോട്ട് ബാക്കിയുണ്ട്. നമ്മളടുത്ത് പിന്നെ ബ്രീസിൻ്റെ നമ്മളുണ്ട്. പിന്നെ 2 കുതിര ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു കുതിര നമ്മൾ ആർമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് 2 ബെഡൊക്കെ ഉണ്ട്. 2 മറ്റേ ബ്ലൂ ബെഡ് അവൻ്റെയാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അവൻ്റെ കൂടെ കളിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കണം. അതെ, നമുക്കിപ്പോൾ ഫുഡ് അത്ര ഇല്ല. നമുക്കപ്പോൾ അൺലിമിറ്റഡ് ഫുഡ് ഫാം ഉണ്ടാക്കണം. ഫുഡ് നമുക്ക് വീറ്റ് മതി. ഓക്കെ, വീറ്റാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച് വെച്ചേക്കുന്നത്. കണ്ട അവൻ വന്നാറാണ് ഈ റീപ്പറൊക്കെ വന്ന് പൊട്ടി കണ്ട. നമ്മൾ പിന്നെ കുറച്ച് ഫാമൊക്കെ സെറ്റാക്കിയായിരുന്നു. നമ്മൾ മറ്റേ അതെ വേണ്ട അവനെ പോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള പുല്ലൊക്കെ ഇവിടെ പൊളിച്ചെടുത്ത് ഒരു മിനിറ്റ് ഇവിടെ ഉണ്ടാക്കണം. നമുക്ക് ഹൊയ് വേണം, ഷവലും വേണം. അതൊക്കെ മുമ്പ് മറ്റേ എൻ്റെ പേരെന്തായിരുന്നു ഡിസ്പെൻസർ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നമുക്ക് 5 ഡിസ്പെൻസർ വേണം. നമുക്ക് അയ്യോ എൻ്റെ നല്ല പവർഫുൾ ആയിട്ടുള്ള ബോയായിരുന്നു, അതുകൊണ്ടേ കളഞ്ഞ് ഞാൻ ഡിസ്പെൻസർ ഉണ്ടാക്കാനായിട്ട്. ദിവസം നേരം നമുക്ക് ഒരു 5 ഡിസ്പെൻസർ ഉണ്ടാക്കണം. ഡിസ്പെൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതുണ്ടോ ഡിസ്പെൻസർ നമുക്ക് 5 കൂടി ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് വേണം. സോ അതൊക്കെ നമ്മൾ 5 ഡിസ്പെൻസറൊക്കെ ഉണ്ടാക്കിയാലും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട 10 ഹോപ്പർ ഉണ്ട്, 5 ഡിസ്പെൻസർ ഉണ്ട്, 30 റെസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അതിന് പോയിട്ട് മൈനീസായിട്ടൊക്കെ കിട്ടിയതാണ്, വേറെ കാര്യം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ മറ്റേ വീറ്റ് ഫാം അൺലിമിറ്റഡ് വീറ്റ് ഫാം നമുക്ക് ഉണ്ടാക്കാം. ഇത് അത്ര പാടൊന്നുമില്ല, പിന്നെ അത്ര സിമ്പിളും അല്ല. സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്കൊരു ട്രിക്ക് ഉണ്ട് കേസ്, എല്ലാം പെട്ടെന്ന് പൊട്ടിക്കാനായിട്ട്. ഇവിടെ വെള്ളം എടുക്കുക, നടുക്ക് പുല്ലായിട്ട് സ്ഥലത്ത് കൊണ്ട് കൊണ്ടുപോയി കണ്ടോ, പുല്ലൊക്കെ തനിയേ പൊക്കോളും. ഞാൻ വെള്ളം എടുത്തോളാം. നമ്മുടെ ബലൂണോടെ ഉണ്ട്. ഗൈസ്, പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ ഹാപ്പി ഗ്യാസിന് ഇടാൻ പറ്റി നല്ലൊരു പേരുണ്ടെങ്കിൽ എന്താ ഉറപ്പായിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ 5 എണ്ണം ഇതുപോലെ കൂടെ നേരത്തെ പിടിച്ച് അടിച്ച് വയ്ക്കാം. ഓക്കെ, 5 എണ്ണം മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നമുക്ക് നീട്ടാം, പക്ഷെ അതിനനുസരിച്ച് വീറ്റും വേണം, അല്ലാതെ അത് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്തല്ലോ. ജസ്റ്റ് ഒരു കാര്യം പറയാം. നമുക്കപ്പോൾ ഈ വെള്ളം ഇതിലോട്ട് വരണം. ഓക്കെ, മെസ്സേജാണ് മെസ്സേജ്. ഓക്കെ, അതിലും വെച്ചിട്ടുണ്ട്. നമുക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിസ്പെൻസറിൻ്റെയും നമുക്ക് 3 ഡിസ്പെൻസറിൻ്റെ പവർ നമുക്ക് ഒറ്റ ലിവറും കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ റെഡ് സ്റ്റോൺ ലൈനും കൊണ്ട് നമുക്ക് പറ്റും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലിവർ വന്നിട്ടുണ്ട്. ലിവർ ഉണ്ടാക്കി കണ്ടോട്ടോ. ഇതുണ്ട് 3 അതുള്ളതുണ്ട്, അതുള്ളതുണ്ട്, അതില്ല അത്ര അഞ്ചതിൻ്റെ കുഞ്ഞിക്ക്. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇവിടെ ഒരു ലിവർ വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ മൂന്നാമത്തേതിൽ ഇല്ലെങ്കിലും മൂന്നാമത്തേത് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കുമ്പോൾ കണ്ടോ 2 എണ്ണത്തിൽ നിന്നും ഇപ്പോൾ വരുന്നുണ്ട്. 3ാമത്തെ ഡിസ്പെൻസറിൽ ഇപ്പോൾ വെള്ളം ബക്കറ്റ് ഇല്ലാത്ത കാരണമാണ് 3ാമത്തെ ഡിസ്പെൻസറിൽ വരുന്നത്. അപ്പോൾ നടുക്ക് 3 ഡിസ്പെൻസർ വയ്ക്കുകയാണെങ്കിൽ ആ 3 എണ്ണത്തിലും വാട്ടർ ബക്കറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്ക് 3 എണ്ണത്തിൻ്റെ നടുക്ക് ഒരു ലിവർ മതി കേസ് അത് ഡിസ്പെൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ അത് 3 എണ്ണം ഉണ്ടല്ലോ, 2 എണ്ണം വിളിച്ചളയാം. 2 എണ്ണം വിളിച്ചളയാം, അത്ര കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നീട്ടം കൂടുതൽ മതി. 8 ബ്ലോക്കും കണ്ടാൽ നമുക്ക് നീട്ടം വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഷവലും ഉണ്ടെന്നില്ലേ, ഓക്കെ. അതുകൊണ്ട് നമുക്ക് റിപ്പീറ്ററൊക്കെ ആവശ്യമുണ്ട്. റിപ്പീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, എന്തായാലും
നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി വെച്ചിട്ട് 8 ബ്ലോക്ക് പുറകിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. ചേടാ 3 അവിടെ വെച്ചേക്കണത്. 3ത്തിന്ന് ഇതിങ്ങനെ 3ന്ന് 8 വെച്ചിട്ട് ഇങ്ങനെ വരണം. ഇപ്പൊ എത്ര? അയ്യോ, ഇത് കളയോ, ഇതിന്റെ ആവശ്യമില്ല. വന്നു. ഓക്കെ, നമുക്ക് അപ്പൊ അതാണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, ഇയാള് താണ്ട ഇപ്പൊ 8 ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് താണ്ട ഇങ്ങനെ 8 ബ്ലോക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് കൂടി വെള്ളം ഒഴിക്കുന്നുള്ളൂ. ബക്കറ്റ് ഉണ്ട്, പക്ഷെ വെള്ളം രാത്രിയാവും ഇപ്പൊ തന്നെ കണ്ടോ. ഇപ്പൊ നമ്മള് ഇത് പോയോ? കുഴപ്പമില്ല. നമുക്കപ്പൊ എന്തായാലും ഇവിടെ ഒരു ഓട്ട പോലെ ഇതുപോലെ ആക്കി എടുക്കണം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫാമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്പെൻഡ് ചെയ്യാം വേണമെങ്കിൽ. അത് സംഭവം ഒരു ബ്ലോക്ക് വാട്ടറിന് എന്താ പറയാ 4 ബ്ലോക്ക് ദൂരത്തേക്ക് ഇത് കൊടുക്കാൻ പറ്റും, ഫ്ലോ ചെയ്യാൻ പറ്റും. ഫ്ലോ മീൻസ് എന്താ പറയാ അതിൻ്റെ ഒരു പാർട്ടിക്കിള് പോലെ അതിലൊരു എന്താ പറയാ ആ വെള്ളം നമുക്ക് അങ്ങോട്ടേക്കും പോകും. അത്ര ദൂരമാണ് നമ്മുടെ വെള്ളം അതുപോലെ പോവാം. ഇപ്പൊ നമ്മള് ഒരു ബ്ലോക്ക് നമ്മളൊരു വെള്ളം ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഒരു ബ്ലോക്ക് തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ 8 ബ്ലോക്ക് ദൂരത്തിലോട്ടാണ് ആ വെള്ളം പോകുന്നത്. ഓക്കെ, ഇതെവിടെ മനസ്സിലായി. മനസ്സിലായി. സംഭവം എന്താ പറയാ, എന്റെ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയാ ഒരു ഹാപ്പി ഗാസിനെ ബാർട്ടർ ചെയ്തിട്ട് മറ്റേ പിഗ്ലിന്റെ അടുത്ത് ബാർട്ടർ ചെയ്തിട്ട് ഒരു ഹാപ്പി ഗാസിനെ കൊണ്ടുപോയിട്ട് മറ്റേ ഡ്രൈഡ് ഗാസിനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബയോമിലൊക്കെ സ്നോ ബയോമിലൊക്കെ പോയിട്ട് ഞാൻ കുറച്ച് സ്നോയും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പൊ ലീവ് എടുത്തൊന്ന് പോവാം. ശുഭദിനം കേട്ടോ നമ്മള് ചെയ്തോണ്ടിരിക്കണ ആ സമയത്ത്. ഒക്കെ കഴിച്ചോ മതി നീണ്ടാ. ഓക്കെ, പതിയെ മൂക്കിക്കൂടെ കയറ് കയറി വന്നേക്കണത്. കുഴപ്പമില്ല വരട്ടെ. ഓക്കെ വാരോറിനോട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിട്ടില്ല, ഇവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ഇത്ര മതി. സോ ഗൈസ്, അപ്പം നമ്മൾ ഈ ഹാപ്പി ഗസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നല്ലൊരു പണിയാണ്ടിരിക്കായിരുന്നു ആ സമയത്ത്, വെറുതെ നശിപ്പിച്ചു എൻ്റെ ദൈവമേ. സോ ലെവനെ നമുക്ക് മോളിൽ കൊണ്ടുപോയി കെട്ടിടാം. ഇപ്പം അങ്ങനെ മുകളിലോട്ട് അവനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വിളിച്ചോണ്ട് വരാനും കുറച്ച് പാടാണല്ലോ. ഇങ്ങോട്ട് വാ, അതേടാ സ്നോ ഇങ്ങോട്ട് വാ, ഞാൻ മേത്ത് കയറട്ടെ. താഴോട്ട് പറഞ്ഞില്ലല്ലോ. അയ്യോ എനിക്ക് പിടിച്ചത് മേത്ത് കയറാൻ പറ്റില്ല. പക്ഷെ നടന്നില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കോബിൾ സ്റ്റോൺ വെച്ചിട്ട് മണ്ടയ്ക്ക് കയറാം. ഞാൻ എന്താ കാണിക്കണത്? ഇങ്ങോട്ട് വാ. അപ്പൊ ഒരു കാര്യം ഞങ്ങൾക്ക് ബ്ലോക്ക് തന്നെ വയ്ക്കാം. ഓക്കെ, കുഴപ്പമില്ല. എന്തത് വരട്ടെ. വാടാ ചേടാ, നമ്മളെ ഹാപ്പി ഗസ്റ്റ് ഉണ്ടല്ലോ. വന്ന് ഇരിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ പോയനെ. വാട്ടെ. ഓക്കെ, നമ്മളങ്ങനെ അവിടെ ചെറുക്കനെ ഇവിടെ കുത്തി കെട്ടി വെച്ചിട്ടുണ്ട്. അതന്നെ നടന്നില്ല. വീണത് ഏത് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഒഴിച്ചത് ഏത് ബ്ലോക്ക് എന്തായാലും. ഓക്കെ ഗൈസ്, എന്താണ് നമ്മൾ ഈ ബാക്കി ജോലി ചെയ്യാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സെറ്റ് എടുക്കുന്ന വെള്ളം എടുക്കുക. ഓക്കെ, ഇനി ഇപ്പുറത്തെ ജോയിന്റിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക.
അപ്പുറത്തെ ചുണ്ടിലോട്ട് വെള്ളം വെച്ചെടുക്കുക. വെള്ളം എടുക്കുക. എന്നിട്ട് ഓക്കെ അവിടെ വയ്ക്കാം. രണ്ടിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ അവിടെ വാട്ടർ ലോക്ക് കണ്ടി. ഇനി ഇവിടെ 3 ബ്ലോക്കിൻ്റെ നടക്കുന്ന എടുത്തിട്ട് ഇവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളാം. ഓക്കെ, നമ്മളങ്ങനെ അവിടെ സീഡൊക്കെ നട്ട് വെച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബ്ലോക്ക് ഇതുപോലെ വെച്ച് കൊണ്ടുപോകണം. ഓക്കെ, ഓക്കെ, വെള്ളം എവിടെ വരെയാണോ ഉള്ളത് അവിടെ വരെ നമ്മൾ ബ്ലോക്ക് വെച്ച് കൊണ്ടുപോകണം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ പെട്ടിക്കണോ? ഇവിടെ അല്ലേ പെട്ടി വെക്കണ്ടേ? ഇവിടെ ആയിരുന്നല്ലോ. ഞാൻ എൻ്റെ മറ്റേ ക്രിയേറ്റീവ് വേൾഡിൽ ചെയ്ത് നോക്കി. ഇപ്പോൾ ഇവിടെ എങ്ങോട്ടായിരുന്നല്ലേ വെച്ചത്. ഇവിടെ ഹോപ്പറാണ്. ഓക്കെ, അപ്പം ഇവിടെ പെട്ടിയാ. അപ്പോൾ ഇവിടെ പെട്ടി വയ്ക്കാം. നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ഗൈസ് നമുക്ക് ഹോപ്പർ അതാണ്ട് ഈ ബ്ലോക്ക് എടുത്ത് മാറ്റണം ഗൈസ്. ഇവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോപ്പർ ആക്കിയുള്ളത്. അത് പോയി, കുഴപ്പമില്ല, വിളിച്ചെടുക്കാം. ഞാൻ ചെയ്തത് കുറച്ച് തെറ്റിപ്പോയി, അത് പേടിക്കില്ല, അത്ര വലിയ പ്രശ്നമില്ല. ഓക്കെ, അതുകൂടെ സീഡ് ഓക്കെ, സീഡ് എടുത്തോട്ട് കുത്തിക്കിരിക്കാം. നമുക്ക് ഹോപ്പർ വേണം. ഹോപ്പർ നമുക്കുണ്ട്. അപ്പുറം ഞാൻ വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞാണെന്നാണ് എനിക്ക് കമ്പനി. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഹോപ്പർ വെക്കണം. ഹോപ്പർ കല്ല് വെച്ചു. ഓക്കെ, ഹോപ്പർ കല്ലൂടെ വെച്ചിട്ട് ഹോപ്പർ ഇതിലോട്ട് ഓക്കെ, ആ കല്ലിലോട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇതും ആ കല്ലിലോട്ട് വയ്ക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ട? പോയില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ കല്ലെടുത്ത് മാറ്റണം. പിക്കാക്സ് എടുക്കണം. ഓക്കെ, പിച്ചത് ഇരുന്നുണ്ട്. നമുക്ക് പിച്ചാത്തി കൊണ്ട് ഈ സ്റ്റോൺ എടുത്ത് കൂട്ടിക്കളാണ്. അപ്പോൾ അതാ കണ്ട, രണ്ട് ഹോപ്പറും കണക്ട് അയക്കുന്നത് ഈ നടുക്കുള്ള ബ്ലോക്കിലോട്ടാണ്. പക്ഷെ നടുക്ക് ബ്ലോക്കില്ല. അപ്പോൾ നടുക്കോട്ട് ബ്ലോക്ക് വെക്കണമെങ്കിൽ ആദ്യം ആ ഹോപ്പർ ഇങ്ങോട്ടേക്ക് ഇതിനെ വന്നിട്ട് ഇതുപോലെ ഇത് വയ്ക്കണം. എന്നിട്ട് ഇതിന് ഇങ്ങോട്ടേക്ക് ഈ ഹോപ്പറിലോട്ട് വയ്ക്കണം. എൻ്റെ കൂടെ ക്രോച്ച് ആകുന്നുണ്ട്. ഇതിനെ ഈ ഹോപ്പറിലോട്ട് വയ്ക്കണം. ഓക്കെ, നമുക്കിപ്പോൾ കുറച്ചുകൂടി ഹോപ്പർ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഈ ഹോപ്പർ പൊട്ടിച്ചളയാം. ഇതും പൊട്ടിച്ചളയാം. ഇത്രയും ആവശ്യമില്ല ശരിക്കും. ഈ പെട്ടി പൊട്ടിച്ചിട്ട് ഓക്കെ, ഈ പെട്ടി പൊട്ടിച്ചു. ഇനി ഈ പെട്ടി എടുത്തിട്ട് അവനവിടെ ഇല്ലേ? ആറല്ലേ പൊട്ടി. ഓക്കെ, നമ്മളങ്ങനെ ഈ കുഴിയില് പെട്ടിരിക്കുന്നു. പെട്ടിട്ടൊന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കെന്തായാലും ഇവിടെ ഇങ്ങനെ ശരിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇവിടെ പെട്ടി വെക്കണം. നിങ്ങൾക്കിത് കണ്ടിട്ട് ഭയങ്കര ലാഗ് മീൻസ് എന്താ പറയുക, കുറെ നേരം പ്രതികരിക്കണമെങ്കിൽ ഒന്ന് പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടാൽ മതി. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഈ ബ്ലോക്ക് പോകേണ്ടത് ഈ കൂടി ഓക്കെ, എനിക്ക് വെള്ളം എടുത്തോണ്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ബക്കറ്റിലും ഇതിലും വെള്ളം എടുക്കാം. ഈ വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് കുത്തിക്കിട്ടേക്കാം. ഓക്കെ, സെറ്റ്. ബിൽഡപ്പ് ബക്കറ്റ് ശരി. ലിവർ എടുത്തോണ്ടാ നോട്ടെ. ഇനി റെസ്റ്റോറൻറ്റ് പണിയാണ്. റെസ്റ്റോറൻറ്റ് ഓക്കെ, റെസ്റ്റോറൻറ്റ് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. റിപ്പീറ്ററും കിട്ടിയിട്ടുണ്ട്. റിപ്പീറ്റർ
റിപ്പീറ്ററിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആവശ്യമൊന്നുമില്ല. എന്നാലും റിപ്പീറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ കൊടുത്ത പവറിനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് കൊടുക്കണം. വന്ന പവറിനെ ഇരട്ടിയാക്കി എന്താ അപ്പുറത്തെ ബ്ലോക്കിലോട്ട് എന്താ കൊടുക്കാനായിട്ടാണ്, അപ്പുറത്തെ ബ്ലോക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അതുകൊണ്ട് 3 ബ്ലോക്ക് വീതം ഇങ്ങനെ കൊണ്ടുവരണം. പിന്നെ നമുക്ക് ഈ ലിവറിൻ്റെ അടുത്തുനിന്ന് ഓക്കെ, നമുക്ക് ഈ ലിവറിൻ്റെ അടുത്തുനിന്ന് ഈ റെഡ് സ്റ്റോൺ ഡസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിങ്ങനെ നീട്ടി കൊണ്ടുവന്നിട്ട് വേണ്ട നടുക്കോട്ടേക്ക് കൊണ്ടുവരണം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് വേണ്ട ബ്ലോക്കിൽ നിന്ന് തടഞ്ഞേക്കണം, അല്ലെങ്കിൽ സീഡെല്ലാം തെറിച്ചു വന്നിട്ട് ഇവിടെ പോയി കിടക്കും. ഓക്കെ, അയ്യോ ഇവിടെ അല്ല ഇത് പിടിച്ചോളാം കേസ്. അങ്ങനെ നമ്മളെ 92 ദിവസം നമ്മൾ സർവേ ആയിട്ടുള്ള 92. അടിപൊളിയല്ലേ സീനുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഓക്കെ ട്രാപ്പ് ഡോർ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പ് ഡോർ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ തെറിച്ച് വരും. അപ്പം പിന്നെ ട്രാപ്പ് ഡോർ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വെച്ചേക്കാം. പക്ഷെ നമുക്ക് അതിനൊക്കെ നല്ലത് സ്ലാബാണ്. നമുക്കിപ്പോൾ എന്തായാലും സ്ലാബ് മതി. വലുതായി കണ്ട, അതും വലുതായി. ഓക്കെ, നമുക്കങ്ങനെ ഇപ്പോൾ 2 ഹാപ്പി ഗസ്റ്റ് ആയിട്ടുണ്ട്. വീടിൻ്റെ തുടക്കം നല്ലതായിരുന്നു, നല്ലതായിട്ടുണ്ട്. സോ നമ്മളൊരു സ്ലാബ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെ പന്നി, ആ പന്നി അവിടെ കയറി പന്നിനെ ഞാൻ ഹോ വെച്ചിട്ട് തന്നിക്കൊല്ലു. ഇവിടെ ആ പന്നി കളഞ്ഞോ, ആ പന്നി ചാടിക്കളഞ്ഞോ. നമുക്ക് സീഡ് കിട്ടി. സീഡ് ആട്ടയില്ല. അപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ, അതാണ് സൗണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലോട്ട് വെള്ളം പോകും. പിന്നെ വെള്ളം പോയില്ലായിരുന്നു ഇതിന്ന്. അത് മാറ്റാം. ഓക്കെ, ഇപ്പോഴാണ് വെള്ളം ഇതിന്ന് പോയത്. ഓക്കെ, മറ്റേ എന്തോ പറ്റിയെന്ന് ദൈവത്തിനറിയാം. എപ്പോൾ നമ്മുടെ ഹോപ്പറിന്റെ മണ്ടയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, ആ വെള്ളം കുറച്ചുകൂടി വന്നില്ലെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയും ഒരു ഹോപ്പർ ഇതിലോട്ട് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ ഗൈസ്, ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ താണ്ട ഈ ഹോപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് താണ്ട ഇത് ശരിയാക്കാം. ഓക്കെ ഓക്കെ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ഒക്കെ താണ്ട് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ പെട്ടിയിലോട്ട് വന്നിരുന്നുള്ളൂ ഹോപ്പറിക്കോടെ. ഇനി നമ്മൾ താണ്ട 1 പ്രാവശ്യം കൂടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. ഇത് ഏകദേശം ഒരു ഓട്ടോമാറ്റിക് എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, നമ്മൾ താണ്ട ഇപ്പം നട്ട് വെച്ചാൽ എല്ലാ സീഡും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇത് വളർന്ന് കഴിയുമ്പോൾ നമ്മൾ ലിവറോട് കഴിഞ്ഞാൽ എല്ലാ വീറ്റും ഇങ്ങോട്ട് വന്നോളും. ഓക്കെ, നമ്മളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഏകദേശം ഇപ്പോൾ തീർക്കാനായിട്ട് നമ്മളെ ഇന്നത്തെ പണി ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഓക്കെ, ഇനി എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ നട്ട് വയ്ക്കണം. ബാക്കി ഇപ്പം അങ്ങനെ നടന്നോട്ടെ. സോ ഗൈസ്, അപ്പോൾ ഇവിടെ വീട്ടിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.